ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തേത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുക്കർ ബീഫ് ബിരിയാണിയാണ് കാണിക്കുന്നത്. നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി വൈറലായതിനു ശേഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കർ ബീഫ് ബിരിയാണി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് മസാല റെഡിയാക്കണം. അപ്പോൾ ഇതാ 1 കിലോ ബീഫാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ് ഇത്. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ പീസസ് വരുന്ന ടൈപ്പില്ലേ, അങ്ങനത്തത് വാങ്ങിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ മസാലയ്ക്ക് എല്ലോട് കൂടിയിട്ടുള്ള തന്നെ വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന വെജ്ജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് 4 വലിയ സവാളയാണ്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് 4 എടുത്തത്. ചെറുതാണെങ്കിൽ 5 എടുക്കാം. നീളത്തിൽ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 13ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുളകിൻ്റെ എരിവും നിങ്ങളുടെ എരിവൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം വേറെ എരിവിനൊന്നും നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കില്ല. പിന്നെ 2 വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതിയോളം ഇഞ്ചിയും എല്ലാം കൂടി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 3 തക്കാളി നല്ല പഴുത്തത് നോക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, ഒരു വലിയ കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. അതിന് നേരെ പകുതിയായിട്ടേ പുതിനയില എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ, അതിൻ്റെ നേരെ പകുതി സവാള ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്രൈ ചെയ്യുന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സെയിം കുക്കറിലേക്ക് തന്നെ ഇതിൽ നമ്മൾ ഓയിലും നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് സവാള ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണ ഇതിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ. ഇനി അതിലേക്ക് തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി സവാളയില്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൻ്റെ നേരെ പകുതിയോളം ഈ ഒരു സമയത്ത് ഇടുക കേട്ടോ. മുഴുവനായിട്ട് ഇടണ്ട, ലാസ്റ്റ് ഇടാം. പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം, മഞ്ഞൾ വേണം. മഞ്ഞൾ ഇടുന്ന സമയത്ത് 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഒരു 3-4 പിഞ്ച് മാത്രം മതി കേട്ടോ, ഒരുപാട് കൂടരുത്. കാരണം പിന്നെ കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ ഇറച്ചിച്ചോറ് പോലെ ആവാൻ ചാൻസ് ഉണ്ട്, കളർ മൊത്തത്തിൽ മാറിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ആവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ കുക്കർ ചിക്കൻ ബിരിയാണി ചെയ്ത സമയത്ത് മസാലയൊക്കെ സെപ്പറേറ്റ് വഴറ്റിയിട്ട് തന്നെയായിരുന്നല്ലോ ചെയ്തത് കുക്കറിൽ. പക്ഷേ ഇത് ബീഫ് ആയതുകൊണ്ടാണ് എല്ലാം കൂടി ഇതുപോലെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ബീഫിന് അത്യാവശ്യം വേവുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോൾക്ക് നന്നായിട്ട് മസാലയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ ആയി കിട്ടിക്കോളും. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 75-80% മാത്രമാണ് ബീഫ് വേവാൻ പാടുള്ളൂ. ഒരുപാട് ഈ ഒരു സമയത്ത് വെന്തുടയരുത് കേട്ടോ. അപ്പോൾ എനിക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 വിസിലാണ് വേണ്ടി വന്നത്. കാരണം ഓരോ ബീഫിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ വേവ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബീഫ് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിതാ ജീരകശാല അരി 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് 800 ഗ്രാം അരി ഉണ്ടാവും കേട്ടോ. അറിയാലോ, നമ്മുടെ തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരിയാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരി കുക്കറിലേക്ക് ഇടാൻ നേരത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളം ഊറ്റിയെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഏകദേശം ഒരു 80%, 75-80%ൻ്റെ അടുത്തായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും നമുക്ക് അരി വേവുന്ന സമയം കൊണ്ട് ബാക്കി വെന്തോളും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ, അത് മൊത്തത്തിൽ ചേർക്കാതെ കുറച്ച് അവിടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ബാക്കി മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീര്, പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 മുറി ചെറുനാരങ്ങ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ ബീഫിൻ്റെ പുളി വ്യത്യാസം വരുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏകദേശം 2-3 ടേബിൾ സ്പൂൺ തൈരാണ് വേണ്ടത്. നിങ്ങളുടെ തൈരിൻ്റെ പുളിക്ക് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്തിയല്ലേ. ഇനി ഇതാ ലാസ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് ചേർക്കുന്നുള്ളൂ, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. അപ്പോൾ ഗരം മസാലപ്പൊടി ഓരോ പൊടിയും വ്യത്യാസം ഉണ്ടാവുക, ഫ്ലേവർ ഓരോരുത്തർ പൊടിക്കുന്ന അതിനനുസരിച്ച് ഫ്ലേവർ നോക്കി നോക്കി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പും പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം.
അങ്ങനെ എല്ലാം കൂടി ഇതാ മിക്സാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഗ്രേവി ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാവും അളവ്. അപ്പോൾ അതിൻ്റെ ബാക്കി വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതുപോലെ അടുത്ത ബർണറിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം അളന്നൊഴിച്ച് കൊടുക്കുക. നമ്മുടെ റൈസ് 4 കപ്പല്ലേ എടുത്തത്. അപ്പോൾ 1 കപ്പ് എന്നുള്ള രീതിയിൽ ടോട്ടൽ 6 കപ്പ് വെള്ളം ടോട്ടൽ നമുക്ക് റൈസിന് വേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്രേവിയിൽ 2 കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി 4 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു ബൗളിൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടായത്. എന്നിട്ട് ഇതുപോലെ അരിക്ക്, അതായത് നമ്മുടെ ചോറിലേക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതും കൂടി ഈ ഒരു സമയത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് വെള്ളത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മുടെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ച അരിയില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളയില്ല അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ സ്പീഡിലായിട്ട് ഒഴിക്കരുത് കേട്ടോ. പതുക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ റൗണ്ട് ചുറ്റിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ കളർ മൊത്തത്തിൽ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 വിസിലാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടിഞ്ഞാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസും വേവും, ബാക്കിയുള്ള 20% ബീഫില്ല അതും കൂടി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ 2 വിസിലടിഞ്ഞതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-25 മിനിറ്റ്, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 25 മിനിറ്റോളം എന്തായാലും നിങ്ങൾ അനക്കാതെ വെക്കണേ. പ്രഷറൊന്നും പോക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ട് കിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിപ്പോൾ അടപ്പ് തുറക്കുന്നത്. അടപ്പ് തുറന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ ദം ചെയ്യുമ്പോൾ ഇടുമല്ലോ, അതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ആദ്യം കുറച്ച് എണ്ണയിലേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു എണ്ണയുടെ ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ബിരിയാണിക്ക്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലും പുതിനയിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ കുക്കറിൽ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഹോൾ സ്പൈസസ് ഇട്ടിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഹോൾ സ്പൈസസ് ഈ ഒരു കുക്കറിൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നിർബന്ധമില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുകൾ ഭാഗം ചെറിയ രീതിയിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇളക്കരുത്. ഒന്ന് മുകൾ ഭാഗം ആ ഒരു നെയ്യും എല്ലാം കൂടി ഒന്ന് റൈസിൻ്റെ അടിയിലും കൂടി എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് വീണ്ടും കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കഴിക്കുക കേട്ടോ. ഒന്നങ്ങോട്ട് ദമ്മാകുന്നവരെ ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റൈസൊക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതേ രീതിയിൽ ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാല സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് ആണല്ലോ തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്